ഹായ് വെൽക്കം ടു ശ്രദ്ധ ലേണിംഗ് സൊല്യൂഷൻസ്. ശ്രദ്ധ ലേണിംഗ് സൊല്യൂഷൻസിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്നൊക്കെയായിരുന്നു പഠിച്ചത്? നമ്മൾ കോർഡിനേറ്റ് ജോമെട്രിയിൽ കോർഡിനേറ്റ്സ് എന്തൊക്കെയാണ്, കോർഡിനേറ്റ്സിന്റെ ബേസിക് ഡെഫിനിഷൻസ്, കാര്യങ്ങൾ ഇതെല്ലാം പഠിച്ചായിരുന്നു. എല്ലാവരും ക്ലിയർ ആയിട്ട് കോൺസെപ്റ്റ് പഠിച്ചല്ലോ അല്ലേ? ക്ലിയർ ആയിട്ട് കോൺസെപ്റ്റ് പഠിക്കണേ, എങ്കിൽ മാത്രമേ നമുക്ക് ഇതനുസരിച്ചിട്ടുള്ള പ്രോബ്ലംസ് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എക്സസൈസിലെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് എക്സസൈസ് എല്ലാവരും എടുത്തോ. പിന്നെ ഒരു കാര്യം, ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ലായിരിക്കും എല്ലാവർക്കും, പക്ഷെ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക. ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിടാം കേട്ടോ. എങ്ങനെ ആ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് ഒരു വീഡിയോ ചെയ്തിടാം. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഈ എക്സസൈസ് നമ്മുടെ സെറ്റ് 1.1 ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോണേ. എങ്ങനെയാ ചെയ്യാൻ പോകുന്നത്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Figure 1.3 shows Ryan's room with points OABC marking its corners. The x and y axis are marked in the figure. Point O is the origin. എല്ലാവർക്കും അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ടേംസ് എല്ലാം ക്ലിയർ ആയിട്ട് അറിയാമെന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെയാ എക്സ് ആക്സിസും വൈ ആക്സിസും? എന്താ ആരെയാ നമ്മൾ പറയുന്നത്? എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്ന ഹൊറിസോണ്ടൽ ലൈന്, വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്ന വെർട്ടിക്കൽ ലൈന്. ഇനി രണ്ടുപേരും കൂടെ ജോയിൻ ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ എന്നാ വിളിക്കുന്നത്? പറഞ്ഞേ, ഒറിജിൻ. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി OABC എന്ന് പറയുന്നത് ഒരാളുടെ റൂം, റയാൻ എന്ന് പറയുന്ന ആളുടെ റൂം. നമുക്ക് റയാന്റെ റൂമിലോട്ട് പോവാം. ഓക്കെ, നോക്കിക്കേ, OABC ആ റെക്ടാങ്കുലർ പോർഷൻ കണ്ടോ? ആ റെക്ടാങ്കുലർ പോർഷൻ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ റയാന്റെ റൂം. റയാന്റെ റൂമിനെ ബേസ് ചെയ്ത് എന്തൊക്കെ ക്വസ്റ്റ്യൻസാ ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ. Referring to figure 1.3, answer the following questions. D1 R1 represent the door to Ryan's room. Okay, റയാന്റെ റൂമിന്റെ ഡോറിന്റെ കോർഡിനേറ്റ്സ് കൊടുത്തിരിക്കുന്നത് D1 R1. D1 R1 എവിടാന്ന് നോക്കിക്കേ, മാർക്ക് ചെയ്ത് കാണിച്ചു തരാവേ. നോക്കിക്കേ, ഇത് D1, ഇത് ഈ പോയിന്റ്, ഇതെന്ന് പറയുന്നത് R1. ഇനി എല്ലാവരും നമ്മൾ പഠിച്ച കോർഡിനേറ്റ്സ് വെച്ച് ഇതിന്റെ കോർഡിനേറ്റ്സ് ഒന്ന് പറയാൻ നോക്കിക്കേ. കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിങ്ങനെ എഴുതത്തില്ലേ, എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, എന്നിട്ട് ബ്രാക്കറ്റ് ഇട്ട് നമ്മൾ എഴുതത്തില്ലേ? ഇതിനെ പറയുന്ന പേരാണ് ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ്. ഓക്കെ ആണോ? അപ്പൊ എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഈ D1 എന്ന് പറയുന്ന പോയിന്റ് ആരാന്ന് പറഞ്ഞേ? ആരാ എക്സ് കോർഡിനേറ്റ്? ആരാ? വെരി ഗുഡ്, 8. എക്സ് കോർഡിനേറ്റ് 8, വൈ കോർഡിനേറ്റ് ആരാ? 0. ഇത് നമ്മുടെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ബേസ് വെച്ചിട്ട് നമ്മൾ എഴുതിയതാ. D1 എന്ന് പറയുന്ന പോയിന്റ് ആരാ? 8,0. ഇനി അതുപോലെ തന്നെ R1 പറഞ്ഞേ. R1 ആരാ കൊടുത്തിരിക്കുന്നത്? R1 അവിടെ തന്നെ അവർ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. നോക്കിയേ, R1 എന്ന് പറഞ്ഞാൽ 11.5, 0. മനസ്സിലായോ? 11.1, ഓക്കെ. അതിന്റെ എക്സ് കോർഡിനേറ്റ് ആരാ? അപ്പം 11.5, വൈ കോർഡിനേറ്റ് ആരാ? 0. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിക്കേ. ഹൗ ഫാർ ഇസ് ദ ഡോർ ഫ്രം ദ ലെഫ്റ്റ് വോൾ, ദാറ്റ് ഇസ് ഫ്രം ദ വൈ ആക്സിസ് ഓഫ് ദ റൂം? നമ്മുടെ വൈ ആക്സിസിൽ നിന്ന് അല്ലെങ്കിൽ ലെഫ്റ്റ് വോളിൽ നിന്ന്, ലെഫ്റ്റ് വോൾ നോക്കിക്കേ, അവർ ലെഫ്റ്റ് വോൾ മാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ? വൈ ആക്സിസ് കണ്ടോ ഇവിടെ. അടുത്ത നോക്കിക്കേ, നമ്മുടെ ഇവിടെ ഈ എക്സ് ആക്സിസ് മാർക്ക് ചെയ്തുണ്ടോ? ഇവിടെ. ഈ ലെഫ്റ്റ് വോളിൽ നിന്ന്, അതായത് ഇവിടെ നിന്ന് ആ ഡോറിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര? ഹൗ ഫാർ. ഫാർ എന്ന് ചോദിച്ചാൽ എന്താ? എത്ര ദൂരത്താണ് ആ ഡോർ ഉള്ളത്? മനസ്സിലായോ? നമുക്കിത് ജസ്റ്റ് എന്താ എണ്ണി നോക്കി കണ്ടുപിടിക്കാം. നോക്കിക്കേ, 0 എന്ന് 1 വരെ 1, 2, 3, 4, 5, 6, 7, 8. മനസ്സിലായോ? എത്ര യൂണിറ്റ് ഉണ്ട് ഇവിടെ? നമുക്ക് സെന്റിമീറ്റർ മീറ്റർ ഒന്നും അവർ തന്നിട്ടില്ല. സോ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി, 8 യൂണിറ്റ്. എല്ലാവർക്കും മനസ്സിലായല്ലോ? എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. സോ 8 യൂണിറ്റ്സ് ആണ് ഡിസ്റ്റൻസ്. ഓക്കെ, നൗ ഹൗ ഫാർ ഇസ് ദ ഡോർ ഫ്രം എക്സ് ആക്സിസ്? എക്സ് ആക്സിസിൽ നിന്ന് ഡോറിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര? എക്സ് ആക്സിസ് എവിടെ കിടക്കുന്നേ? എക്സ് ആക്സിസ് വേണ്ടി ഇതല്ലേ? എക്സ് ആക്സിസ് ഇതല്ലേ? ഈ എക്സ് ആക്സിസ് ഇതാണ്. ഡോറിന്റെ കോർഡിനേറ്റ് എവിടെ കിടക്കുന്നേ? ആ എക്സ് ആക്സിസ് തന്നെ അല്ലേ കിടക്കുന്നേ? അപ്പൊ എക്സ് ആക്സിസിൽ നിന്ന് അതിന് ഡിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല. അപ്പൊ എത്ര ഡിസ്റ്റൻസേ ഉള്ളൂ? 0 ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഇല്ല, നോ ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് എഴുതാമല്ലോ അങ്ങനെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഫസ്റ്റ് പാർട്ട് എല്ലാവർക്കും ക്ലിയർ ആണേ? ഓക്കെ, അടുത്തത്
വാട്ട് ആർ ദി കോർഡിനേറ്റ്സ് ഓഫ് D1? അത് നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചല്ലോ. D1ന്റെ കോർഡിനേറ്റ്സ് എന്താണ്? 8,0. ഓക്കെ. അടുത്തത്, ഇഫ് R1 ഇസ് ദ പോയിന്റ് 11.5,0. R1 ആരാ? ഡോറിന്റെ മറ്റേ എൻഡ്. D1 ഫസ്റ്റ് എൻഡ്, R1 എന്ന് പറയുന്ന സെക്കൻഡ് എൻഡ്. ഓക്കെ. അപ്പൊ R1 എന്ന് പറയുന്ന പോയിന്റ് 11.5,0 തന്നു. ഹൗ വൈഡ് ഈസ് ദ ഡോർ? എന്തുവാ ക്വസ്റ്റ്യന്റെ മീനിങ്? എന്താ വൈഡ്? വൈഡ് എന്ന് ചോദിച്ചാൽ, വൈഡ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? എന്ത് മാത്രം വിഡ്ത്ത് ഉണ്ട്. ഈ ഡോറിന് എന്ത് മാത്രം വിഡ്ത്ത് ഉണ്ട്? എവിടെ തൊട്ട് എവിടം വരെയാ ഡോർ വരുന്നത്? ഈ D1 തൊട്ട് ഈ R1 വരെ അല്ലേ വിഡ്ത്ത് വരുന്നേ? എണ്ണി നോക്കിക്കേ. 8 തൊട്ട് 9 വരെ 1, 9 തൊട്ട് 10 വരെ 2, 10 തൊട്ട് 11 വരെ 3, 3 തൊട്ട് ഒരു 0.5 കൂടെ ഉണ്ട്. അപ്പം 3.5 യൂണിറ്റ്സ്. അത് വരെയല്ല കേട്ടോ, പോയിന്റ് ആണ്. 3.5 യൂണിറ്റ്സ്. മനസ്സിലായോ? 3.5. എല്ലാവർക്കും മനസ്സിലായോ? നമ്മൾ യൂണിറ്റ് എന്ന് എഴുതത്തുള്ളൂ, 3.5 യൂണിറ്റ്. കാരണം എന്താ? ക്വസ്റ്റ്യൻ നമുക്ക് സെന്റിമീറ്ററിനോ മീറ്ററിനോ ഒന്നും തന്നിട്ടില്ല. മനസ്സിലായോ മക്കളെ? ഇത്രേ ഓക്കെ ആണോ? ഓക്കെ. നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഓക്കെ. അടുത്തത്, if a person in a wheel, do you think this is a comfortable width for a room door? ഇതൊരു റൂം ഡോറിന് പറ്റിയ വിഡ്ത്ത് ആണോ? If a person in a wheelchair wants to enter the room, will he or she be able to do so easily? എന്തുവാ ക്വസ്റ്റ്യന്റെ മീനിങ്? എന്താ? ഇതൊരു കംഫർട്ടബിൾ, ഈ 3.5 യൂണിറ്റ്സ് എന്ന് പറയുന്ന ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള യൂണിറ്റ് ഡിസ്റ്റൻസ് ആണോ? എക്സാക്ട്ലി സത്യത്തിൽ നമുക്ക് ഇവരെ സെന്റിമീറ്ററിനോ മീറ്ററിനോ ഒന്നും തന്നിട്ടില്ല. 3.5 യൂണിറ്റ്സ് എന്നേ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയത്തുള്ളൂ. പക്ഷെ നമ്മുടെ വീൽ ചെയർ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2.5 മീറ്റർ അത്രയൊക്കെ സംതിങ്ങേ വരത്തുള്ളൂ. സോ ഇതൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അങ്ങനെ നിങ്ങൾക്ക് ആൻസർ എഴുതാം. അടുത്തത് നോക്കിക്കേ. ഇഫ് B1 0,1.5 ആൻഡ് B2 0,4. അപ്പൊ B1 ഉം B2 ഉം ഫിഗറിൽ നിന്ന് കണ്ടുപിടിക്കണം. B1 നോക്കിക്കേ, ഇവിടെ കിടക്കുന്നു B1. B2 നോക്കിക്കേ, ഇവിടെ കിടക്കുന്നു B2. ഓക്കെ. ഈ B1 B2 റെപ്രസെന്റ് എൻഡ്സ് ഓഫ് ദി ബാത്റൂം ഡോർ. ഇനി നമ്മൾ റൂമിന്റെ ഡോറിന്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ ബാത്റൂം ഡോറിലോട്ട് പോവാം. ഓക്കെ. ഇസ് ദ ബാത്റൂം ഡോർ നാരോവർ ഓർ വൈഡർ ദാൻ ദി റൂം ഡോർ? എന്തോ നമുക്ക് അവിടെ കണ്ടുപിടിക്കാനുള്ളത്? നാരോവർ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? മറ്റേ വിഡ്ത്തിന്, ഈ ഡോറിന്റെ വിഡ്ത്ത് നമ്മൾ കണ്ടുപിടിച്ചു. ആ വിഡ്ത്താണോ വലുത്, ഈ വിഡ്ത്താണോ വലുത്? ഇത് ഇതിനെക്കാട്ടി നാരോവർ എന്ന് പറഞ്ഞാൽ കുഞ്ഞതാണോ എന്ന് നമ്മളോട് ചോദിക്കാം. കുഞ്ഞതാണോ എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്താ കണ്ടുപിടിക്കണ്ടേ? അവന്റെ വിഡ്ത്ത് ആദ്യം കണ്ടുപിടിക്കണം അല്ലേ? റൂം ഡോറിന്റെ നമുക്കറിയാം എത്രയായിരുന്നു. റൂം ഡോറിന്റെ എത്ര? 3.5. മറ്റേ അപ്പൊ ബാത്റൂം ഡോറിന്റെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സെയിം ടെക്നിക്ക് യൂസ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് കൗണ്ട് എടുക്കുക. നോക്കിക്കേ, ഇവിടെ 1.5 അല്ലേ? സോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 0.5, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1, 2, ടോട്ടൽ എത്ര ഉണ്ട്? 2.5 യൂണിറ്റ്. റൂം ഡോർ എത്ര ആയിരുന്നു? 3.5 യൂണിറ്റ്സ് ഉണ്ടായിരുന്നു. ആരാ വലുത്? റൂം ഡോർ ആ വലുത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഈസ് ദ ബാത്റൂം ഡോർ നാരോവർ ഓർ വൈഡർ ദാൻ ദി റൂം ഡോർ? റൂം ഡോറിനെക്കാട്ടിൽ കുഞ്ഞതാണോ അത് അതിനെക്കാട്ടിൽ വിഡ്ത്ത് കൂടുതലാണോ? അത് കുഞ്ഞത് വിഡ്ത്ത് കൂടുതലാണോ അതോ നാരോവർ ആണോ? 2.5 അല്ലേ ഉള്ളൂ, 3.5 അല്ലേ ഡോർ. അപ്പൊ എന്താ? നാരോവർ ആണ്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ ആദ്യം കോൺസെപ്റ്റ് പഠിച്ചില്ലെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിന്റെ എല്ലാം കോൺസെപ്റ്റ് പഠിക്കുക. കാരണം കോൺസെപ്റ്റ് പഠിക്കാതെയും ബേസ് ഇല്ലാതെ നമുക്ക് പ്രോബ്ലംസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പൊ അത് ആദ്യം എല്ലാവരും അത് കൃത്യമായിട്ട് പഠിക്കുക. എന്നിട്ട് ഈ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. മനസ്സിലായില്ലയോ എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.